ഹായ് എവരി വൺ. IIT ജാമിൻ്റെ കൗൺസിലിംഗ് ഏപ്രിൽ 2 സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളുടെ റിസൾട്ട് മാർച്ച് 19 വന്നു കഴിഞ്ഞാൽ ഏത് IIT NIT ജോയിൻ ചെയ്യണത് അതിൻ്റെ അപ്ലിക്കേഷൻ ഫോമൊക്കെ ഈ കൗൺസിലിംഗ് വഴിയാണ് പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ IIT ജാമിൻ്റെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് ഡോക്യുമെൻറ്റുകൾ വേണം. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8 ഡോക്യുമെൻറ്റിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ആദ്യത്തെ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നാഷണാലിറ്റി സർട്ടിഫിക്കറ്റ്. അതായത് നമ്മുടെ നാഷണാലിറ്റി കാണിക്കുന്നത് ഏതാണ്? ഒന്നുകിൽ വോട്ടർ ID അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ TC, ഈ 3 എണ്ണം വെച്ചാൽ മതി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആധാർ കാർഡ് ആക്സെപ്റ്റബിൾ അല്ല, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്. കാറ്റഗറി സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ SC ST OBC അതുപോലെ തന്നെ OEC അങ്ങനെയുള്ള കാറ്റഗറീസ് ഉണ്ടല്ലോ, അതിൻ്റെ സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് വാങ്ങി വെക്കണം. നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം കൊടുക്കുമ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഫർദർ സ്റ്റഡീസിന് നമുക്കത് ആവശ്യമാണ് കേട്ടോ. ജനറൽ കാറ്റഗറിക്ക് പിന്നെ നമുക്കത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ചിലർ OBC ജനറൽ കാറ്റഗറിയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുടെ കയ്യിൽ അതിൻ്റെ രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കേണ്ടതാണ് കേട്ടോ. പിന്നെ മൂന്നാമതെന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. അതേതാണ്? 10th മാർക്ക് ലിസ്റ്റ് ആണ്. ഇനി അടുത്തത് +2 മാർക്ക് ലിസ്റ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസൾട്ടേറ്റ് സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങൾ അത് ഓപ്ഷനിലാണ് കേട്ടോ, പക്ഷെ അത് എടുത്ത് വെക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. ഇനി വരുന്നത് UGയുടെ എല്ലാ മാർക്ക് ഷീറ്റുകളും. UGയുടെ എല്ലാ മാർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളായിരിക്കും. ചിലപ്പോൾ പരീക്ഷ, അതായത് ഇപ്പോൾ ജാമിൻ്റെ എക്സാമിന് മുമ്പായിരിക്കും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ നടന്ന് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ റിസൾട്ട് കഴിഞ്ഞ് 1 ഇയർ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ എന്താ, UGക്ക് ഇത്രയും കാലം എഴുതിയ മാർക്ക് ഷീറ്റുകൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കുമല്ലോ. ആ മാർക്ക് ഷീറ്റ് വേണം നിങ്ങളുടെ എല്ലാതും. അതായത് ഏതൊക്കെ സെമസ്റ്റർ എഴുതിയോ അതിൻ്റെയൊക്കെ മാർക്ക് ഷീറ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കണം. അടുത്തത് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്. ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ റിപ്പീറ്റേഴ്സിനൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടാവും. അതർവൈസ് ഇപ്പോൾ നിങ്ങൾ ഒരു കോഴ്സ് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, റിസൾട്ട് വെയിറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അത് നെവർ മൈൻഡ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഓൾ PGയുടെ മാർക്ക് ഷീറ്റുകൾ ഉണ്ടല്ലോ, അതുണ്ടല്ലോ. പക്ഷേ ഡിഗ്രി കംപ്ലീറ്റ് ആയി ഒരു റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് കേട്ടോ. അടുത്തത് ഏറ്റവും ലാസ്റ്റ് അണ്ടർടേക്കിംഗ് ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഫോം ഉണ്ട്. അത് അപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രൊസീജിയർ വരുന്ന സമയത്ത് സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫോമാണ് കേട്ടോ. ആ ഫോമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ ഫോമിൽ ഉണ്ടായിരിക്കും. കാരണം നിങ്ങളുടെ ഏത് കാറ്റഗറിയാണ്, അതുപോലെ എവിടെയൊക്കെയാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ അതിൻ്റെ നിങ്ങളുടെ നാഷണാലിറ്റി, അങ്ങനെ നമ്മുടെ എല്ലാ ബയോഡാറ്റകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫോമായിരിക്കും അത്. ഓക്കെ, അത് പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ സൈൻ ചെയ്തിട്ട് തിരിച്ച് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതായത് ഇത് ഫുൾ അഗ്രി ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഫോമാണ് കേട്ടോ. അത് നമുക്ക് സൈറ്റിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. ആ സമയത്ത് ഓപ്പൺ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് നോക്കേണ്ടത്. അതുപോലെ റിപ്പീറ്റർ ആയിട്ടുള്ള കുട്ടികൾ, അതായത് 1 ഇയർ ഗ്യാപ്പുള്ള കുട്ടികൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഫസ്റ്റായിട്ട് വേണം. വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെതായ നിങ്ങൾ പ്രൊഫഷണലോ കാര്യങ്ങളോ നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാത്ത ആളുകളോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാത്ത ആളുകളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് മെയിനായിട്ട് ഈ കാറ്റഗറി സർട്ടിഫിക്കറ്റുകൾ മസ്റ്റാണ്. അത് ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തവരോ അല്ലെങ്കിൽ കയ്യിലില്ലാത്തവരോ അല്ലെങ്കിൽ പഴയതാണെങ്കിൽ പുതിയതായിട്ട് എടുക്കാനുള്ളതൊക്കെ നോക്കുക. ഓക്കെ.